ഞാനിപ്പോ ഇക്കായി വിളിച്ചിരുത്തിയിട്ട് എന്റെ അഭിപ്രായം പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് മയിലാണ്. അല്ല, എനിക്കറിയാം. റിപ്പോർട്ട് വന്നാൽ കുറെ പേര് പിടിക്കപ്പെടും. പക്ഷെ അതിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലോ, ഫേക്ക് ആയിട്ട് വരുന്നവരുണ്ട്, ഹണി ട്രാപ്പ് മറ്റേ മറിച്ചിട്ട് നടക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ സത്യസന്ധമായിട്ട് വരുന്നവരും പെടും. ഒരു ആലോചിക്ക്, ഒരു പെണ്ണ് പ്രേമിക്കുന്ന പെണ്ണ് ചെറുക്കന്റെ മുഖത്ത് നോക്കി പറഞ്ഞ നാണില്ല, എനിക്ക് കിസ് ചെയ്യാൻ പോലും അറിയത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ കേട്ടിട്ടുണ്ടത്. എനിക്ക് പേടിയായിരുന്നു. കെട്ടിപ്പിടിച്ച പിള്ളേരുണ്ടാവുന്ന വിചാരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പൊ മലയാള സിനിമയില് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നല്ലോ, അതിനെ പറ്റിയിട്ട് എന്താ? ഇപ്പം അത് മൊത്തത്തില് കുറേ പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പല ആളുകൾക്കെതിരെ ആരോപണങ്ങളും, നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണം തെളിഞ്ഞു, തള്ളിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നത്. ഇതിനെല്ലാം എങ്ങനെയാ നോക്കി കാണുന്നത്? അല്ല, അതിൽ പറ്റിപ്പോയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതില് ഇപ്പോ ഒരു കുറച്ച് പേജ് പുറത്ത് വന്നിട്ടില്ല. പക്ഷെ അതിന് ഇവര് തന്നെ കാണിച്ചൊരു ഇതെല്ലാം ഗവൺമെന്റ് ഓൾറെഡി അറിയാമായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അത് പർപ്പസ്ഫുള്ളി വേറെ എന്തെങ്കിലും കേസാണെങ്കിൽ സ്വമേധയാ കേസ് എടുക്കും. സഞ്ജു ടെക്കിയുടെ വണ്ടി റോഡിൽ ഓടിച്ച കാര്യം അപ്പം തന്നെ എടുത്ത് അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്ത് കളഞ്ഞ ടീമാണ്. ഇങ്ങനത്തെ വലിയ വിഷയങ്ങൾ വന്നിട്ട് എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു അറിയത്തില്ല. പേര് സഹിതം അതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ അതിലൂടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ളവർക്ക് പലർക്കും ഇപ്പം നിവിൻ പോളിയുടെ കേസ് പക്ക ഫേക്കാന്ന് വന്നു, അയാളെ വെറുതെ വിട്ടു. അപ്പൊ ആ പെണ്ണിനെ എതിരെ കേസ് എടുക്കുകയും അവരെ വലിച്ചു കീറുകയും ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മൾ എവിടെയും കണ്ടില്ല. അവിടെ ഒരു ആണിനുണ്ടാകുകയെന്ന് വലിച്ചു കീറാൻ തയ്യാറാണ് അപ്പം തന്നെ. അപ്പൊ അതുകൊണ്ട് പ്രശ്നം പറ്റിയത് പറഞ്ഞാൽ ഇവിടെ ജെന്യൂൻ ആയിട്ടുള്ള പലതും ഇനി പറഞ്ഞാൽ പോലും അവരും വിശ്വസിക്കത്തില്ല. അതാണ് അതിനകത്ത് എനിക്ക് പറ്റിപ്പോ ഒരു വിഷമം തോന്നിയതാണ്. ഞങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു ഹേമ കമ്മിറ്റി വേണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. അവരാരും വരരുത്, എന്റെ ആരും പറയരുത്. സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു പെണ്ണിനെ പിടിച്ചെന്നുള്ള കേസൊന്നും എനിക്ക് വരത്തില്ല. അതെനിക്ക് 100% ഉറപ്പുണ്ട്. പെണ്ണുങ്ങൾ എന്നെയാ പിടിക്കാറ്, ഞാൻ പെണ്ണുങ്ങളെ പിടിക്കാറില്ല. അയ്യോ, അങ്ങനെ പറയത്തില്ല. അപ്പൊ പിന്നെ ഞാൻ ആണുങ്ങളെ പിടിച്ചെന്ന് പറയും. ഞാൻ ആണുങ്ങളെ പിടിക്കത്തില്ല കേട്ടോ. ഈ വന്ന കാലത്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. പെണ്ണുങ്ങളെ പിടിച്ചെന്ന് പറഞ്ഞാൽ പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, പെണ്ണിനെ അല്ലേ പിടിച്ച്. ഞാൻ ആണിനെ പിടിച്ചെന്ന് എന്റെ അടുത്ത് ഒരുത്തം വന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് എങ്ങനെ തെളിയിക്കാൻ പറ്റുമോ? ഇല്ല, ആ ആരോപണം വന്നവിടെ കിടക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ പെണ്ണിനെ പിടിച്ചെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല, പണ്ണിനെ പിടിച്ചെന്ന് പറയില്ല. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. എനിക്ക് പെണ്ണുങ്ങളോട് മാത്രമേ താല്പര്യമുള്ളൂ. സ്ട്രൈറ്റ് ആണ്. അപ്പൊ അഥവാ അങ്ങനെ റിപ്പോർട്ട് വന്നാൽ കുറെ പേര് പിടിക്കപ്പെടും. പക്ഷെ അതിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലോ, ഫേക്ക് ആയിട്ട് വരുന്നവരുണ്ട്, ഹണി ട്രാപ്പ് മറ്റേ മറിച്ചിട്ട് നടക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ സത്യസന്ധമായിട്ട് വരുന്നവരും പെടും. പക്ഷെ എനിക്ക് ഉറപ്പുള്ള കുറെ കാര്യം പറയാം. മെയിനായിട്ട് പ്രമുഖരായിട്ടുള്ള പല ആളുകളുടെയും പല കാര്യങ്ങളും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ, അനോണിമസ്. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉറപ്പിക്കാൻ പറ്റാത്ത കേസുണ്ട്, പക്ഷെ അവർക്കത് പ്രശ്നമില്ല. അവർ കേസുമായിട്ട് വരാൻ തയ്യാറല്ല. ഇന്നിവിടെ മെയിനായിട്ട് നിൽക്കുന്ന ആളുകൾ, നല്ല മെയിനായിട്ട് നിൽക്കുന്ന എല്ലാ മേഖലയിലും, സോഷ്യൽ മീഡിയയിൽ എല്ലാ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് പരാതിയില്ല, ഒരു രീതിയിലും ഇല്ല. അവർ പുറത്ത് പറയരുത്, എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ പ്രായപൂർത്തിയായവരാ, ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ മുഖേന നമുക്ക് പുറത്ത് പറയാം. അവർ ചോദിക്കി കേട്ടോണ്ടിരുന്നില്ലേ എന്ന് മെസ്സേജ് അയക്കുന്നതാ. അപ്പൊ അങ്ങനെ പല ആളുകളും പ്രമുഖരായിട്ടുള്ളവർ എന്നെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധ നുണയാണ്. എനിക്ക് അതൊരു മടിയില്ല പറയാൻ, ഒരു കുഴപ്പമില്ല. എനിക്ക് അങ്ങനത്തെ കാമ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ പറയത്തേ ഉള്ളൂ, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. എനിക്കത് പേടിയാണ്. ഇല്ലേ, പണ്ട് പോലെ പ്രേമിക്കുന്ന സമയത്ത് തന്നെ കിസ് ചെയ്തില്ലെന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഇട്ടിട്ട് പോയത്. എനിക്ക് പേടിയായിരുന്നു, കിസ് ചെയ്ത് എയ്ഡ്സ് വരുമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് അവളെൻ്റെ അടുത്ത് നൈസായിട്ട് പറയുവേ, എന്തുവാണെന്നറിയാം, അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഹീക്കി എന്ന് പറഞ്ഞ സാധനം അന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഹീക്കി ചെയ്ത് ടീച്ചർ കയറി വന്നപ്പോൾ ഇവിടെ ചുമന്ന പാടുണ്ടായിരുന്നു. ഹീക്കി എന്നാണ് പറയുന്നത്. ഇവിടെ കിസ് ചെയ്യത്തില്ലേ, കിസ് ചെയ്യുമ്പോൾ റെഡ് കളർ വരത്തില്ല, ഇങ്ങനെ സക്ക് ചെയ്യുന്നോട്ട് ചെയ്യുമ്പോഴാണ് അവിടെ വരുന്നത്. അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ കയ്യിലൊക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ്. പക്ഷെ അവൾക്കത് വേണമായിരുന്നു. അവൾ അതിനുവേണ്ടി പറഞ്ഞ ടീച്ചറിന് അങ്ങനെ വന്നെന്നൊക്കെ. എൻ്റെ അടുത്ത് ഒരു ആലോചിക്ക്, ഒരു പെണ്ണ് പ്രേമിക്കുന്ന പെണ്ണ് ചെറുക്കൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ നാണില്ല, എനിക്ക് കിസ് ചെയ്യാൻ പോലും അറിയത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ കേട്ടിട്ടുണ്ടത്. എനിക്ക് പേടിയായിരുന്നു. കെട്ടിപ്പിടിച്ച പിള്ളേരുണ്ടാവുന്ന വിചാരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സത്യമായിട്ട് പേടിയായിരുന്നു. എനിക്കറിയാം എന്തെങ്കിലും ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ വരും, ഇതിനെയൊന്നും എല്ലാവരും നോക്കി വെച്ചോ. എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യമുള്ളൂ, നിങ്ങളൊക്കെ നോക്കി വെച്ചോ. ഈ വരുന്നവളുമാരൊക്കെ എന്തെങ്കിലും പണി തരാൻ വരുവാണെങ്കിലോ, അവന്മാരാണെങ്കിലും അവളുമാരാണെങ്കിലും ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് ബന്ധപ്പെട്ടില്ലെങ്കിൽ തന്നെ അവർ വിചാരിച്ചാൽ മതി, ഒരു ബ്ലഡ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ മതില്ലേ, വായിക്കാത്തൊരു മുറിവ് ഉണ്ടായിരുന്നാൽ മതി. കിസ് ചെയ്യുന്ന സമയത്ത് പണി വളർത്തില്ലയോ, ഉറപ്പാ. അതുകൊണ്ട് ഞാൻ ഇനി പോകാത്ത. ഇല്ല, എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ പോരെ. പിന്നെ വെറുതെ സൂം കിട്ടിക്കഴിഞ്ഞാൽ കളയുമോ? പിന്നല്ലാതെ പേടിച്ചിട്ടോ. അതായത് ഇത് നമുക്ക് സേഫ് ആയിട്ടുള്ളത് കിട്ടും, അവിടെ മാത്രം പോവാം. അതായത് നമുക്ക് ഒരാൾ കാണുമല്ലോ, അവരുടെ അടുത്ത് പോവാം, ആവശ്യത്തിനധികം നമുക്ക് അവരെല്ലാത്തിനും കിട്ടും, അവർക്ക് നമുക്കും എല്ലാം കൊടുക്കാം. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ബന്ധങ്ങളൊക്കെ വേണം. നമ്മൾ മനുഷ്യൻ പോളിഗമി ഒരാളുടെ അടുത്തൊന്നും ഒതുങ്ങത്തില്ല. അപ്പൊ ഒരാൾ ഒതുങ്ങി കിട്ടുവാണെങ്കിൽ വലിയ ഭാഗ്യമാണ്. അതെ. ഒരു 1% at a time അല്ലല്ല, എനിക്ക്
എനിക്ക് ഒത്തിരി സ്ത്രീകളുടെ അടുത്താണ് എനിക്ക് സത്യമായിട്ടും എനിക്ക് ഏറ്റവും പ്രേമം തോന്നിയിട്ട് ആദ്യം എനിക്ക് ഏറ്റവും പ്രേമം തോന്നിയിട്ടുള്ള സ്ത്രീ എനിക്ക് ഉമ്മ പിന്നെ എനിക്ക് 2 പെങ്ങന്മാർ ഭയങ്കര സ്ത്രീ അവരോടായിരുന്നു പ്രേമം. ഇപ്പം ഭാര്യയോട് പ്രേമം, ഉമ്മയോട് പ്രേമം, സുഹൃത്തുക്കളെല്ലാവരും പ്രേമം. പെണ്ണുങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യമായിട്ട്. പക്ഷെ എനിക്ക് മോനുണ്ട് കുഞ്ഞ്, എനിക്ക് എനിക്ക് ആൺകൊച്ചു വേണമെന്നായിരുന്നു ഇഷ്ടം. ഇനി എനിക്ക് ആൺകൊച്ചു വേണമെന്ന് തന്നെ ഇഷ്ടം. എനിക്ക് ഒത്തിരി മക്കൾ വേണമെന്നുണ്ട്, എനിക്ക് 5 മക്കൾ വേണമെന്നാ. എന്താണെന്നറിയാമോ, എനിക്ക് 2 പെങ്ങന്മാരാ, വാപ്പ ഗൾഫിലാന്ന് പറയാം, 2 പെങ്ങന്മാരുമാണ് ഉമ്മായുവാ. വീട്ടിൽ ഞാൻ നോക്കുമ്പോൾ ഞാനേ മാത്രമേ ഉള്ളൂ ആണായിട്ട്. അപ്പൊ എന്റെ പെങ്ങന്മാരുടെ ക്ഷാമം എനിക്കില്ല, ഉമ്മയുടെ ക്ഷാമം ഇല്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഇനി ആൺമക്കളാണ്. ഇപ്പൊ കുഞ്ഞുണ്ട് ചിന്നാണ്ടി. അപ്പോൾ ചിന്നാണ്ടി ഒരു കൊച്ച്. അല്ല, ഇത് ഞങ്ങൾ ആക്ച്വലി ഷൈൻ ചേട്ടന്റെ ഇന്റർവ്യൂവിനെ എനിക്ക് ഓർമ്മിപ്പിച്ചു ഈ പൊസിഷൻസ്. അല്ല, അത് ഇരിക്കുന്നത് എന്താ അറിയാമോ, ഇത് ഇരിക്കുന്നത് കാരണം അറ്റൻഷന് വേണ്ടി തന്നെ ഇരുന്നത്. എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല സത്യത്തിൽ. ഒരു ഇന്റർവ്യൂവിനൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നത് കേട്ടോ, അല്ലാതൊന്നുമല്ല. നമ്മൾ എവിടെ പോയാലും പോയില്ലേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഇരുത്തേൽ പോലും നമുക്ക് അങ്ങനെ, നിങ്ങൾ അങ്ങനെയല്ലേ വളരെ മാന്യമായിട്ടിരിക്കുന്നത്, അങ്ങനെ ഇരുത്താന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില പറയുന്നത് കംഫർട്ടാണ്. പക്ഷെ എന്ത് പോയിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ പോയിട്ട് മറ്റേ എന്താ പറയാ ഷൂട്ടും കൊണ്ട് ഇട്ട് നടക്കുന്ന പരിപാടിക്ക് നിക്കറിട്ടുള്ളൂ ഇരിക്കുവോ? ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടാന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ല, ചിലടത്ത് ഇതുണ്ട്. ഇവിടെ പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരുന്നുള്ളതേ ഉള്ളൂ. ചിലടത്തത് മാന്യത കീപ്പ് ചെയ്യണം. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ടൈ അതിട്ടുണ്ടൊക്കെയല്ലേ പോകും, സ്കൂളിൽ യൂണിഫോം. എന്നിട്ട് എന്റെ കംഫർട്ട് എന്ന് പറഞ്ഞ് തോന്നുന്ന ഡ്രസ് ഇട്ടുണ്ടോ പോകുന്നത്? അല്ല. പോലീസ് സ്റ്റേഷനിൽ പോലീസുമാരെന്തോ യൂണിഫോം ഇട്ടുണ്ടല്ലോ, ഒരു രസത്തിൽ ഇങ്ങനെ നടക്കത്തില്ലല്ലോ. അതാ പറഞ്ഞേ, എല്ലായിടത്തും ഒരു കീപ്പ് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ കംഫർട്ട് എന്നല്ല, ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടെ ഞാൻ ഇങ്ങനെ ഇരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തമാശയായിട്ട് പറഞ്ഞത് പൊന്നെ, എല്ലാത്തിനും സീരിയസ് ആവാതെ നിങ്ങള്. സീരിയസ് അല്ല, അറിയായിരുന്നു ഇവരെ ഒന്ന് സീരിയസ് ആക്കി എടുത്തല്ലേ ചളിയിലേക്ക് അതെ, ചളി അടിച്ച് കോമഡി ഫണ്ണാക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന ഇന്റർവ്യൂ ഞാൻ മറ്റേ അതായി കിളി പോയി. എന്റെ ഞാൻ അത്ര പുരോഗമനവാദിയല്ല. സ്ത്രീ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞത്. അതിൽ എനിക്ക് എപ്പോഴും ഞാൻ നിൽക്കുന്നിടത്തില്ല. എനിക്ക് സത്യമായിട്ട് എനിക്ക് ആണുങ്ങൾ നിൽക്കണം, ഞാൻ പെണ്ണുങ്ങളുടെ അല്ല അറിഞ്ഞത്. എനിക്ക് ഇങ്ങനെ തുടങ്ങി കാണിച്ചിട്ട് നിൽക്കണം എനിക്ക് എന്തോ വലിയ ഇർച്ചകേടാണ്. അതുകൊണ്ട് ഞാൻ അതിന് ഇഷ്ടമുള്ള ഇടും, ഞാൻ പറയത്തില്ല ഇടാൻ, എനിക്കിഷ്ടമല്ല. ഓക്കെ, അപ്പോ പറഞ്ഞ് നമ്മളൊരു വെബ് സീരീസ് ആയിട്ട് ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തിനാ ആദ്യമേ മറ്റേ എന്നെ തിന്നാൻ വരുന്ന പോലെ അങ്ങ് നിൽക്കുക. പിന്നെ ഞാൻ ആർക്കും അറിയത്തില്ലല്ലോ, കാമചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ട, അതല്ലേ ഞാൻ ഇളകത്തുള്ളൂ. അല്ല, ആദ്യമേ അങ്ങനത്തെ ചോദിച്ചാലും ഞാൻ എപ്പോഴും ഇളകിയേരെ. എനിക്ക് പെണ്ണ് വിഷയമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് അത് ചോദിക്കണ്ടേ. എന്റെ പൊന്നെ, അത് ചോദിക്കാതെ തന്നെ ഇത്രയും അല്ല, ഇനി അതും കൂടെ ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് മൊത്തം ഇവിടെ ഇന്റർവ്യൂ പോയേനെ. അപ്പൊ എന്തായാലും ഇക്ക സന്തോഷം. ഒരുപാട് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സംസാരിച്ചു. പക്ഷെ ഇക്കാടെ എല്ലാ ചിന്താഗതികളോടും ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. അത് ഇക്കാടെ സ്വാതന്ത്ര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മയിലാണ്. അല്ല, എനിക്കറിയാം. അത് ഞാൻ അതൊക്കെ ഒരു നമുക്കങ്ങനല്ല. ഇപ്പൊ എന്റെ ഒരു നിങ്ങൾ യോജിക്കരുത്, നിങ്ങളുടെ ഞാൻ യോജിക്കരുത്, അങ്ങനെയാണ് ഉണ്ടാവണ്ടേ. എല്ലാവരും യോജിച്ചു കൊടുത്താൽ എന്തൊരു സുഖം. എല്ലാവർക്കും പിടിച്ചു പോയിച്ചാൽ എന്റെ ലൈഫ് സുഖമില്ലാതായി പോകും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് എനിക്ക് ഞാൻ ഇപ്പോഴും തന്നെ പറയും. അത് ഞാനിപ്പോ ഇക്കായി വിളിച്ചിരുത്തിയിട്ട് എന്റെ അഭിപ്രായം പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ.